നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനിയാണെങ്കിൽ ജാനകി അടുത്ത് പറയുന്നുണ്ട്, ഇനി എന്തായാലും നിൻ്റെ മരുമോൾക്ക് എനിക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും പറ്റത്തില്ല. നിൻ്റെ മരുമോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജാനകി ആണെങ്കിൽ ഒരുമാതിരി പുച്ഛത്തോടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയും വേറെ ഒന്നും കൊണ്ടല്ല, നിൻ്റെ മരുമോളെ അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവം ഒരു ഒന്നൊന്നര സ്വഭാവം തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ. അത് താമസിക്കാതെ നിനക്ക് തന്നെ മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോഴും നീ എൻ്റെ അടുത്ത് തന്നെ ഇതും പറഞ്ഞുകൊണ്ട് വരുമെന്നൊക്കെ നമ്മളെ ദേവയാനിയാണെങ്കിലും നമ്മൾ ജാനകി എടുത്ത് പറയും. പക്ഷെ ജാനകിക്ക് ഇത് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം മരുമോളെയും മരുമോളെ വീട്ടുകാരെയൊക്കെ പറയുമല്ലേ. അപ്പം നമ്മളെ ജാനകിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ നയന നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അഭിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, അമ്മേ പിന്നെ നമ്മൾ വല്യമ്മയെ വിറപ്പിക്കാൻ വേണ്ടി ഒന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിതിനകത്ത് പ്രശ്നത്തിനകത്തൊന്നും നമ്മൾ ഇടപെടാനൊന്നും പോകണ്ട. കഴിച്ചാൽ നമ്മളിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ നിന്നാൽ മതി. അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ പണിയായിട്ട് വരും. അതുകൊണ്ട് നമ്മളെ കാര്യം നോക്കി നിന്ന് വല്യമ്മയെ വിറപ്പിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മളെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി അനാമികയെ ഇത്രയും അങ്ങ് ദേവയാനിക്ക് വെറുക്കാൻ കാരണം എന്താണെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയെടുത്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ.